വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പളനിയിൽ പോയതും മൃദുവിൻ്റെ തലമുട്ട അടിച്ചതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിത് കഴിഞ്ഞ് ആദിയോഗി ഈശ ഫൗണ്ടേഷനിൽ നമ്മൾ എല്ലാവരും കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ റെഡി ആയിട്ട് എല്ലാവരും കൂടി ഇരിക്കുകയായിരുന്നു. നമ്മൾ ലഞ്ചൊക്കെ പോണ വഴിക്ക് തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഫുഡ് തന്നെയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. നമ്മൾ ആദ്യത്തെ ആ ഒരു സമയത്തുള്ള പളനിക്ക് പോകുമ്പോൾ കഴിച്ചൊരു ഫുഡ് മാത്രമാണ് നമുക്ക് അധികം ഇഷ്ടമാവാതിരുന്നത്. ബാക്കി എല്ലാ ഫുഡ്സും നമുക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. അപ്പം നമ്മളവിടെ എത്തിയപ്പോൾ ഒരു ഏകദേശം 3 മണി 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. വലിയ പാർക്കിംഗ് ഏരിയ ആണ്, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. അത്രയും വലിയ പാർക്കിംഗ് ഏരിയ ആണ്. അതിൽ ഫുള്ള് വണ്ടികൾ നിറഞ്ഞിരിക്കുകയെന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ മഴക്കാറ് കാര്യങ്ങളൊക്കെ കാരണം ഇനിയിപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല, കാണാൻ തന്നെ ശരിക്കും പറ്റുന്നുണ്ടാവില്ല എന്നൊക്കെയാണ് വിചാരിച്ചത്. കാരണം മെയിനായിട്ട് അവിടെ പോകുന്ന ആൾക്കാർ ഈ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാണാനാണ്. ഈ ശിവ സ്റ്റാച്ചുവിൻ്റെ അവിടെയുള്ള ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഈവനിങ് ഒരു 7 to 7:30 തോന്നുന്നു ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഉള്ളത്. അപ്പോൾ അത് കാണാനാണ് മെയിനായിട്ട് ആൾക്കാർ എത്തണം. അപ്പോൾ ഈ മഴക്കാർ കാരണം നമുക്ക് ഇനി അത് കാണാൻ പറ്റില്ല എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇവിടെ എത്തുന്നതിന് കുറേ ദൂരത്തു നിന്ന് തന്നെ നമുക്ക് ഈ ശിവ സ്റ്റാച്ചു കാണാം. അത്രയും വലിയ ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ. ഇതുവരെ പോവാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ്. നമുക്ക് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ അവിടെ. അതൊരു ടെമ്പിള് കാര്യങ്ങളൊന്നുമല്ല, ഒരു മെഡിറ്റേഷൻ സെൻറ്റർ പോലെയാണ് അവിടെ. നമ്മൾ ആദ്യം അങ്ങോട്ട് പോയി, നമ്മൾ പോണ വഴിക്ക് തന്നെ കുറേ ഇങ്ങനെ ഈ പശുക്കളും കാളകളൊക്കെ ഉണ്ട്. അവരതിനൊക്കെ ഫീഡിങ് ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അത് പേയബിളാണ് തോന്നുന്നു, ചാർജബിളാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്തില്ല കേട്ടോ. നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടന്നു. അതിൻ്റെ സൈഡിൽ തന്നെ അവിടെ കൊടുക്കുന്ന വെള്ളമാണെന്നുണ്ടെങ്കിലും നമ്മളൊരു ബോട്ടിൽ വാട്ടർ അവിടെ നിന്ന് വാങ്ങുകയാണെങ്കിൽ തന്നെ അതെല്ലാതും അവർ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ബോട്ടിൽ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ അതിലൊക്കെ ഈശ ടെമ്പിളിൻ്റെ ആ ഒരു എംബ്ലം കാര്യങ്ങളൊക്കെ സീൽ ചെയ്തിട്ടുള്ള ബോട്ടിലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കിട്ടുക അവിടെ. ഞങ്ങൾ ആദ്യം വെള്ളം അവിടെ നിന്ന് വാങ്ങി വീട്ടിലെത്തിയപ്പോഴാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ. അവിടെ ടെമ്പിൾ ഇല്ലെങ്കിൽ കൂടിയും അവിടെ നിന്ന് കുറച്ച് നടക്കാനൊരു ദൂരമുണ്ട്. കുറച്ചപ്പുറത്ത് ഈ മെഡിറ്റേഷൻ സെൻറ്റർ കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ദേവിയുടെ അമ്പലമുണ്ട്. അവിടേക്ക് നമുക്ക് നടക്കാൻ കുറച്ചധികം ദൂരമുണ്ട്. ഞങ്ങളിതായി കാളവണ്ടിയിലൊക്കെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കുറേ ഫോട്ടോസ് എടുത്തു. ഈ ഒരു ശിവ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കുറച്ച് അപ്പുറത്ത് ഇങ്ങനെ അധികം കാണാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളത്. അങ്ങോട്ട് പക്ഷേ ഫോൺസ് കാര്യങ്ങളൊന്നും അലൗഡ് അല്ല കേട്ടോ. അപ്പം നമ്മളിവിടെ ഫോട്ടോ എടുത്ത് കുറേ കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും പെരുമ്പടപ്പിൽ അമ്മയും വലിയമ്മ അമ്പുമ്മയൊക്കെ കൂടിയിട്ട് അവർ അമ്പലത്തിൻ്റെ അവിടേക്ക് നടന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഈ ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴത്തേനും അവർ കുറേ ദൂരം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ കാളവണ്ടിയിൽ ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് ഫോണ് കാര്യങ്ങൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ മെഡിറ്റേഷൻ സെൻറ്റർ, അവിടേക്ക് ഫോണൊന്നും അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ ക്ലോക്ക് റൂമിൽ ഫോണ് കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ അവൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ചെരുപ്പും കൂടി ആ ഒരു കൗണ്ടറിൽ കൊടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് പോകാൻ കേട്ടോ. ഭയങ്കര നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. നമ്മൾ നമ്മളൊരു മൈൻഡൊന്ന് ഭയങ്കര കാം ആവാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. അതാ ഞാൻ പറഞ്ഞു, ആരെങ്കിലും ഇതുവരെ പോവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വട്ടെങ്കിലും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ്. നല്ലൊരു ആംബിയൻസ് ആണ്. പിന്നെ നമ്മൾ അവിടെ എത്തിയ ഒരു ക്ലൈമറ്റും നല്ലൊരു ക്ലൈമറ്റായിരുന്നു കേട്ടോ. കാരണം ഒട്ടും വെയിൽ കാര്യങ്ങളൊന്നുമില്ല. അല്ലാത്ത സമയം എന്ന് പറയുമ്പോൾ ഉച്ച കഴിഞ്ഞ് ഒരു 3 മണി എന്ന് പറയുമ്പോൾ ഭയങ്കര വെയിലാണ്. നമുക്ക് അത്ര ഇങ്ങനെ ഓക്കെ ആവണം ആ ഒരു ടെമ്പറേച്ചറും കാര്യങ്ങളൊന്നും ആവില്ല. ഇവിടെ നമ്മൾ അങ്ങോട്ട് എത്തിയ സമയത്ത് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അത് കാരണം ഋതുവിനാണെങ്കിൽ നമ്മൾ മുട്ട പിടിച്ച് പിറ്റേ ദിവസമാണ് പോണത്. അവനും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. പിന്നെ ഈ മലയ്ക്ക് പോകുന്ന സീസണും കൂടിയാണല്ലോ. അപ്പോൾ സ്വാമിമാരാണെന്നുണ്ടെങ്കിലും അവരും കുറേ പേരുണ്ട്. പിന്നെ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെയാണ് കേട്ടോ. കുറേ പേര് ഇങ്ങനെ കാണാൻ തന്നെയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയാണ് കേട്ടോ. കാളവണ്ടി മാത്രമല്ല, കാളവണ്ടി അല്ലാതെ വേറെയും കുറച്ചും കൂടി പോകുന്ന ഒരു ജീപ്പ് ടൈപ്പ് വണ്ടി കൂടിയുണ്ട്. പക്ഷെ അത് 1-2 ഉള്ളൂ തോന്നുന്നു. അത് നമുക്ക് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു ദേവിയുടെ അമ്പലത്തിൻ്റെ അവിടേക്ക് പോവും. അവിടെ കഴിഞ്ഞാൽ അവിടെ ഒരു സൂര്യകുണ്ടും ചന്ദ്രകുണ്ടും എന്ന് പറഞ്ഞ 2 സ്ഥലങ്ങളുണ്ട്. അതായത് ജെൻസിന് വേറെ നമ്മളിങ്ങനെ മുങ്ങി കുളിക്കാനുള്ള സ്ഥലം, അതേപോലെ തന്നെ ലേഡീസിനായിട്ടുള്ളതാണ്. ലേഡീസിനുള്ളതാണ് തോന്നുന്നു ചന്ദ്രകുണ്ട്. സൂര്യകുണ്ട് ജെൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ മുങ്ങി കുളിക്കാനുള്ള. അതിന് അങ്ങോട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ അവർ തരുന്ന ഡ്രസ്സ് കാര്യങ്ങൾ ഇട്ടിട്ട് വേണം അങ്ങോട്ട് ഇറങ്ങാൻ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര നല്ല എന്താ പറയുക, നല്ലൊരു പോസിറ്റീവ് എനർജിയുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 7 or 7:15 ആണ് കേട്ടോ. ഈവനിങ് 7 or 7:15 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 20-25 മിനിറ്റ്സ് ആണ് ഇത് ലാസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഒരു ഫുൾ സ്റ്റോറി പോലെയാണ് പറയുന്നത്. ഈ ശിവൻ്റെ സ്റ്റോറിയാണ് ഫുൾ അതിൽ പറയുന്നത്.
അതിൻ്റെ ഒപ്പം തന്നെ നല്ല അടിപൊളി ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും നമ്മളങ്ങനെ ഇരുന്ന് കണ്ടുപോകും കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫ്രണ്ടിൽ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ ക്ലിയർ ചെയ്തു. എല്ലാവരും ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ തൊട്ട് താഴെ ഇരുന്നിട്ട് വേണം ഈ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ അത്രയും ട്രൈ ചെയ്തിട്ട് അവരെല്ലാവരും ഇനി ആ ഒരു സൈഡിൽ ഇരുത്തിയതിൻ്റെ ശേഷമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നമുക്ക് ആദ്യമൊക്കെ ശരത്തേൻ്റെ അമ്മ, അതായത് അമ്മയുടെ അമ്മ വരില്ല എന്നൊക്കെ പറഞ്ഞതായിരുന്നു ഇങ്ങോട്ട്. പക്ഷേ പളനിക്കൊക്കെ പോകുമ്പോൾ ഇത്രയധികം യാത്ര ചെയ്യണമല്ലോ, അമ്പൂമ്മയാണെന്നുണ്ടെങ്കിൽ ഏജ് ആയിരിക്കണം, അപ്പോൾ ഇത്ര അധികം യാത്ര ചെയ്യണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല എന്ന് പറഞ്ഞതായിരുന്നു ആൾ. പക്ഷേ ഇങ്ങോട്ട് വന്നതൊക്കെ കണ്ടപ്പോൾ അമ്പൂമ്മ എന്നെ പറഞ്ഞു, അയ്യോ എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമാണ് ഇതൊക്കെ കാണാൻ പറ്റിയെന്നൊക്കെയായിരുന്നു ആൾ പറഞ്ഞിരുന്നത്. നമുക്കൊരു ഭയങ്കര ഞാൻ വീണ്ടും പറയുകയാണ്, നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയും നമുക്ക് ലൈഫിൽ ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. എനിക്ക് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം എന്ന് മാത്രമല്ല, ഒരു അത്ഭുതമായിരുന്നു കേട്ടോ. കാരണം ഒരു ഫുൾ ലൈഫ് സ്റ്റോറി ഒരു വിത്ത് ലൈറ്റ് എഫക്റ്റോട് കൂടിയിട്ട്, ഈ ഒരു വലിയ സ്റ്റാച്യൂവിലുള്ള ഒരു ലൈറ്റ് എഫക്റ്റോട് കൂടിയിട്ട് നമുക്ക് എല്ലാവർക്കും എത്തിച്ചേരല്ലോ. അത് ഭയങ്കര അത്ഭുതം തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഓൾ ടുഗദർ നല്ല അടിപൊളി ദിവസമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറെ വീഡിയോയിൽ കാണുന്നവരെ ബൈ.